ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങൾ ഭീകരവാദത്തിനെതിരെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ന്യായീകരിച്ചുകൊണ്ടും വിദേശ പര്യടനത്തിലാണ്. പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അർബൻ നക്സലൈറ്റുകളെന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന പ്രതിപക്ഷാംഗങ്ങൾ കൂടുതൽ അംഗങ്ങൾ പ്രതിപക്ഷത്ത് നിന്നാകുകയും, എന്തുകൊണ്ടാണ് ഇത്രയും തീവ്രം നിലപാടെടുക്കുന്ന ഭരണപക്ഷാംഗങ്ങൾ വളരെ പരിമിതമായ മെമ്പേഴ്സ് മാത്രം ഇതിൽ ഉൾപ്പെടാനുണ്ടായ കാരണം? മൈത്രന്റെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്? പലതരത്തിലെ തെറ്റൊന്നിച്ച് ചെയ്തതിന് ന്യായം കണ്ടുപിടിക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ്, അതാണ് അതിന്റെ യഥാർത്ഥ ഉത്തരം. അവിടെ 370 എടുത്തു കളഞ്ഞതിന് ശേഷം ഇനി അവിടെ ഭീകരവാദം വരുത്തില്ലെന്നും അത് കാരണമാണ് ഭീകരവാദം കുറഞ്ഞതെന്നും വരെ പ്രചരിപ്പിച്ചവരാണ്. ഏത് നിലവാരത്തിൽ പറഞ്ഞാലും ഭരണപരാജയങ്ങൾ ഒന്നിനു പുറകെ ചെയ്ത് ഉണ്ടാക്കിയതിനകത്തുനിന്ന് ഇനി മോചിക്കാൻ ഒരൊറ്റ ഉള്ളൂ, അത് നാഷണലിസം എന്ന് പറഞ്ഞ ദേശീയത ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ ആൾക്കാരെ യോജിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിയുന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേശീയത പറഞ്ഞ് അതിനകത്ത് എല്ലാവരെയും കൂടെ യോജിപ്പിച്ച് അത് രാഷ്ട്രീയമായ മുതലാക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിവിനകത്ത് ഒരു കാലത്തും യോജിച്ചുകൂടാത്ത മേഖലയാണ് അത്. എന്താ പറയണ്ടേ, അപമാനകരമായ ഒരു പ്രവർത്തനമായിട്ടേ ഞാൻ കാണുള്ളൂ. അത് ശശി തരൂരും ബ്രിട്ടാസും പോയാലൊന്നും ശരിയാകുമൊന്നുമില്ല. ഇതിലൊരു കെണിയും ഇല്ലേ? ഇപ്പൊ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത് പോകാതിരിക്കാൻ പറ്റില്ല, പോകാനും പറ്റില്ല എന്നുള്ളൊരു കെണി അവിടെയാണ് അവരെ. അതുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ രാജ്യസ്നേഹികളല്ലാതാക്കാൻ പറ്റും എന്ന് പറയുന്ന ട്രാപ്പിനകത്ത് പെടുത്തുന്നത് വഴിയാണ് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ വന്നില്ല, അതുകൊണ്ട് വീണ്ടും വേണം രാജ്യസ്നേഹം ഇല്ലാത്തവരാണെന്ന് അത് കൊടുക്കൊണ്ടവർക്ക് സത്യമാണ്. അത് ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും യഥാർത്ഥത്തിൽ പറയേണ്ട കുറെ കാര്യങ്ങൾ അത് പറയാൻ അവർക്ക് ഒരിക്കലും കഴിയത്തില്ല. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലൊരു ഡെലിഗേഷൻ പോയാൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് BJP ചെയ്ത മഹാദുരിതങ്ങൾക്ക് മുഴുവനും ഇവർ ന്യായം പറയാൻ ബാധ്യത വരുന്നിടത്ത് അവരെ എത്തിച്ചു എന്നുള്ളതാണ്. അതും അവരെ പാർലമെന്റിനകത്ത് ഇക്കാര്യത്തിനകത്ത് പലതരത്തിൽ വിമർശിച്ചിട്ടുള്ള രണ്ടുപേരാണല്ലോ ഈ ശശിയും ബ്രിട്ടാസും. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരെ കൊണ്ട് തന്നെ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാം എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ്. ഒരു തരത്തിലും ന്യായം പറയാനില്ലാത്ത തരത്തിലാണ് അത് ആ സാധനങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. ഇതുവരെ എന്താ പറയണ്ടേ, മതം ചോദിച്ച് വെടിവെച്ച് കൊന്നവരെന്ന് പ്രചരിപ്പിച്ച ആ ആളുകളെ ഇതുവരെ പിടിച്ചിട്ടില്ല. അവരാരാണെന്ന് ഞങ്ങൾ അവരുടെ പടം കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞു എന്നാ പറയുന്നത്. അവർ തിരിച്ചറിഞ്ഞിട്ട് അവരവിടെ പോയി എന്ന് പറയണ്ടേ? അതില്ല. ഇതൊന്നും നടന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അത് പാകിസ്ഥാൻകാരാണ് ചെയ്തതെന്നുള്ളത് കൃത്യമാക്കി ഒരു തെളിവും നമ്മുടെ കൈവശത്ത് ഉണ്ടായിട്ടില്ല. കരണ്ട് ഇവരെ പിടിച്ച് ഇവർ പറഞ്ഞെന്നോ എന്തെങ്കിലും ഒരു സാധനം കൈ വേണമല്ലോ. യാതൊരു തെളിവും ഇല്ലാതെ ആ സമയത്ത് അത് ആരോപിച്ച് പാകിസ്ഥാന്റെ മുകളിൽ ഈ ഒരു യുദ്ധം ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്ന അവർ ചെയ്തെടുത്തു. ആ ചെയ്തെടുത്തതിനകത്ത് പിന്നെ രണ്ടാമത് മറച്ചു വയ്ക്കാനായിട്ടുള്ളത് ആ യുദ്ധത്തിനകത്ത് ഉണ്ടായിട്ടുള്ള വസ്തുതകളെ ഒരിക്കലും പറയാൻ പറ്റാത്ത നിലവാരത്തിൽ. ഇപ്പൊ നമ്മൾക്ക് അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥനായിരുന്ന അയാൾ സിംഗപ്പൂർ പോയിരുന്നു പറയുന്നതൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ജെറ്റ് പോയെന്നോ വെടിവെച്ചിട്ടെന്നോ അത് താനേ ഉരുണ്ട് വീണെന്നാണ് അതിൻ്റെ ഒരു നിലപാട്. അതുകൊണ്ട് രണ്ട് രാജ്യത്തേക്കും ഒരു പ്ലെയിനും കടന്നിട്ടില്ല. ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് പ്ലെയിൻ വീണാല് നേരെ താഴോട്ട് വീഴും, അവരവരുടെ രാജ്യത്ത് തന്നെ വീഴത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും ഇല്ലാതെ അതെല്ലാം വേറെ രാജ്യത്തുള്ളവരും മറ്റുള്ളവരും ആരോപിച്ച് നമ്മൾ അറിയേണ്ടി വരുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ പറയുന്നതിന് മുഴുവൻ ന്യായം പറയാൻ ബാധ്യത. ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഇയാൾ പറഞ്ഞതാണ് അതിനകത്ത് ഉള്ളത്. ശശി തരൂരായാലും ജോൺ ബ്രിട്ടാസ് ആയാലും ശരി, രാജ്യസ്നേഹിയാണെന്ന് പറയുന്ന ഒരു
എന്താണ് ഫ്രെയിംവർക്കിനകത്ത് ഇവരെല്ലാവരും പറയാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ പറ്റിയുള്ള വിമർശനങ്ങൾ രാജ്യദ്രോഹമാണെന്ന് പ്രചരിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനത്തിനെ നേരിടാനായിട്ട് അവരെ കൊണ്ട് തന്നെ ആ പണി എടുപ്പിക്കാൻ തീരുമാനിച്ചത്. അത് കെണി തന്നെയാണ്, യാതൊരു സംശയം എനിക്കില്ല. പക്ഷേ രാജിവെച്ച് നിൽക്കേണ്ട സ്ഥലമാണ്. അവരവർക്ക് കൺവിക്ഷൻ ഇല്ലാത്ത കാര്യത്തിനകത്ത് ഇത് ചെയ്തെടുക്കാൻ ബാധ്യത വന്നവരാണ് അവർ. ഞാൻ അപമാനകരമായിട്ട് മാത്രമേ ഞാൻ കാണൂ. അല്ലാതെ ഈ ചെയ്ത രണ്ട് പ്രവൃത്തി, പഹൽഗാമിലുണ്ടായിട്ടുള്ള ആ ഇൻസിഡന്റ്, അത് എങ്ങനെ ഇങ്ങനെ ഉണ്ടായി? നോട്ട് നിരോധിച്ചപ്പോ തൊട്ട് പറയുന്ന കുറെ കാര്യമാണ് ഈ ഭീകരവാദം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അപ്പൊ തൊട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പുൽവാമയിലെ ആൾക്കാർ ചത്തുപോയി, പട്ടാളക്കാർ ചത്ത്, അതിനെപ്പറ്റി ഇതുവരെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ പഹൽഗാമിൽ ഇതുണ്ടായത്. അവിടെ ആണെന്നുണ്ടെങ്കിൽ പടിപടിയായി അവിടെ എല്ലാവരും കൂടെ ടൂറിസം വന്ന് എല്ലാവരും സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കഥയൊക്കെ പറയുകയും ആ 370 എടുത്ത് കളയുകയും അത് കഴിഞ്ഞിട്ട് അത് 3 കഷ്ണമാക്കി മാറ്റുകയും ഒക്കെ ചെയ്ത പണി മുഴുവൻ ചെയ്തിട്ട് നിൽക്കുക. ഈ ചെയ്ത സാധനത്തിന് ശേഷം ഇത് സംഭവിച്ചേ കൂടാന്നുള്ളതാണല്ലോ ന്യായം. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് വരെ അവിടെ എന്താണ് ആ കാശ്മീര് പാകിസ്ഥാന്റെ കൂടെ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഇന്ത്യയോട് ചേരണമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, സ്വതന്ത്രമായി നിൽക്കണമെന്നുള്ള ആവശ്യമുള്ള ആൾക്കാരുണ്ട്. ഈ 3 വിഭാഗം അവിടെ ഉണ്ട്. ഇവരുടെ ആരാണ് ഭൂരിപക്ഷം എന്ന് തിരിച്ചറിയാനായിട്ട് ഒരു ഹിതപരിശോധന നടത്തി അറിയേണ്ടതാണ്. ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹിതം അറിയുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ ലക്ഷണമാണ്. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാതെ കൊണ്ടുപോയ അത് അന്നത്തെ ഗവൺമെന്റ് ഈ BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിനകത്തെ അന്ന് തൊട്ടുണ്ടായിരുന്ന ആ വിഭാഗമാണ് പിന്നെ BJP ആയി മാറുന്നത്. ഈ അധികാരം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗവും എന്ന് പറഞ്ഞാൽ ട്രഡീഷൻസ് നിലനിർത്തണമെന്ന് വിചാരിക്കുന്ന വിഭാഗവും അല്ലാതെ ലോകത്തിനകത്ത് ജനാധിപത്യപരമായിട്ട് സമൂഹം രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗവും തമ്മിലുള്ള അടി കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. നമ്മളെല്ലാം കോൺഗ്രസിനെതിരെ സമരം ചെയ്തിട്ടുള്ളവരാണ്. അന്നത്തെ കോൺഗ്രസിനകത്ത് സമരം ചെയ്ത വിഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്ന BJP എന്ന് പറയുന്ന സാധനമല്ല. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അന്ന് തൊട്ട് ജനാധിപത്യപരമായ ഒരു സമീപന രീതി സ്വീകരിക്കാതെ കശ്മീരിനെ ഒരു എന്താ പറയണ്ടേ കീഴടക്കപ്പെട്ട പ്രദേശമായി നിലനിർത്തുക എന്നുള്ളതാണ്. അത് പാകിസ്ഥാൻ ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, ചൈന ആയാലും ശരി, ഒരു 3 പേരും മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളത് മനസ്സിലാക്കണം. ചൈന ഒരു വിഭാഗം ഒരു സ്ഥലം മുഴുവനും കയ്യേറി അവരുടെ കീഴിലാണ്. മറുവശത്ത് പാകിസ്ഥാന്റെ കയ്യിലാണ് ഒരു വശം, മറ്റൊരു വശം ഇന്ത്യയുടെയാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇല്ലാതിരുന്ന ഒരു ഭാഗമാണെന്ന് അറിയണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ സമരം ചെയ്ത് സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചേരുന്ന ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നു കശ്മീർ. അതിനുശേഷം അവരുടെ സ്വന്തം തീരുമാനപ്രകാരം വന്ന ഒരു വിഭാഗമാണ്. ഇതുകൊണ്ടാണ് 370 ഉണ്ടായത്. ഇതുമൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ മുഴുവൻ മാറ്റി നിർത്തി അന്ന് തൊട്ട് ഒരു കയ്യേറിയ പ്രദേശത്ത് ആളുകളോട് എങ്ങനെ പെരുമാറുന്ന പോലെ പെരുമാറി ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് ആ കാണുന്നത് മുഴുവൻ. ഇപ്പൊ നമ്മള് ഗാസയിലെ പ്രശ്നം പോലെ തന്നെ ചർച്ച ചെയ്യേണ്ട സ്ഥലമാണ് ഈ കാശ്മീർ. ഹിതപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്യാതെ ഇത്രയും നാളും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി, 30%-നും 20%-നും അകത്താണ് ഇലക്ഷനൊക്കെ നടക്കുന്നത്. ഭൂരിപക്ഷം പേര് വോട്ട് ചെയ്യത്തേ ഇല്ല. അങ്ങനെ ഒരു ജനതയെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. നമ്മളിപ്പോ ഈ ഷേഖ് അബ്ദുള്ളയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഫറൂഖ് അബ്ദുള്ളയോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒമർ അബ്ദുള്ള, ഇതെല്ലാം ഒരു കുടുംബം ആണ്. ഇത് ഇവരുടെ ഭരിക്കുന്നത് ഒരു 20%-ത്തിന് അകത്തുള്ള വോട്ട് കിട്ടിയിട്ടാണ് അവരെല്ലാവരും ചെയ്തിരുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ബാക്കിയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യാറില്ല അവിടെ. അപ്പോഴും ഞങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിക് പട്ടാളക്കാരുടെ ഒരു സാധനമുണ്ട്. ഇന്ത്യ ഒരു രാജാവിന്റെ കീഴിലുള്ള രാജ്യമാണ്, അത് സ്ട്രാറ്റജിയാണ് എന്നൊക്കെ പറയുന്ന സ്ട്രാറ്റജിക് പോയിന്റ്. എന്താണ് ഈ സ്ട്രാറ്റജിക് പോയിന്റ്? പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും റഷ്യ തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അന്ന് റഷ്യ കയ്യേറി നിൽക്കുന്ന കാലത്ത് റഷ്യക്കാരുമായിട്ടും ചൈനക്കാരുമായിട്ടും ഒക്കെ നിൽക്കുന്ന ബോർഡറുള്ള സ്ഥലമാണ്. സ്ട്രാറ്റജിക് പോയിന്റ് ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള
ഈ യുദ്ധം നടത്തിക്കൊണ്ടുപോയി അതുകൊണ്ട് ജീവിക്കണമെന്ന് ആലോചിക്കുന്ന ഈ യുദ്ധം നടത്താനായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. ഈ കോടതിയിലെ കുടുംബ കോടതികളാണല്ലോ ഇന്ത്യയിലെ സുപ്രീം കോടതിയും ബാക്കിയുള്ള കോടതികളല്ല, കുടുംബ കോടതികൾ. കുടുംബ കോടതികളാണ് കുടുംബങ്ങൾ നടത്തുന്നതാണ് ഈ പട്ടാളവും. ഇളകെ അത് മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ ജനങ്ങളായിരിക്കുന്നവർ, പട്ടാളക്കാരായിട്ടിരിക്കുന്നവരും അതിനകത്തെ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നത് കുടുംബപരമായ ആൾക്കാരാണ്. ഈ ആളുകളുടെ സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ടാണ് ഈ കശ്മീരിനെ കാണുന്നത്. അല്ലാതെ അവിടുത്തെ ജനതയായിട്ടൊന്നും ഒരു ബന്ധവും ഈ ഭരിക്കുന്ന ആർക്കും ഇല്ല. അത് ഈ പാകിസ്ഥാൻകാരനും ഇല്ല, ഇന്ത്യക്കാരനും ഇല്ല, ചൈനക്കാരനും ഇല്ല. ഈ 3 രാജ്യത്തുള്ള ആൾക്കാര് ബലപ്രയോഗത്തിൽ കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഹിതപരിശോധന നടത്തി അവിടുത്തെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടെന്നുള്ള എങ്കിലും ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഈ ഏരിയ ഒരു കാലത്തും മിണ്ടാതാണ്. ഇപ്പം പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് വിടുന്ന ആൾക്കാര് ടെററിസ്റ്റുകളായിട്ടാണല്ലോ ഇന്ത്യക്കാർ പറയുന്നത്. ആ ഇന്ത്യക്കാർ ടെററിസ്റ്റുകളാണെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയണം, അതേ പാകിസ്ഥാനിൽ നിന്ന് എന്തുകൊണ്ടാണ് രാജസ്ഥാനിലേക്ക് ആൾക്കാർ കയറാത്തത്? എന്തുകൊണ്ടാണ് ഗുജറാത്തിലേക്ക് കയറാത്തത്? അവിടെ കൊണ്ടൊന്നും ആരും കയറുന്നില്ല. കയറുന്നത് മുഴുവൻ കാശ്മീരിൽ കൂടെ ആണല്ലോ ഈ ഭീകരവാദികൾ ഉണ്ടാകുന്നത്. 2 വശത്തും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ കയ്യേറി നിൽക്കുന്ന ആൾക്കാരെ അവരുടെ കുടുംബങ്ങളാണ് അപ്പുറം ഇപ്പുറം ഉള്ളത്. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അത് മുഴുവൻ നിഷേധിച്ചിരിക്കുന്ന പഴയ രാജാക്കന്മാര് കീഴടക്കി വെച്ചിരിക്കുന്ന അതേ രീതിയിൽ ആ പ്രദേശങ്ങളെ മുഴുവൻ കയ്യേറിയ രാജ്യങ്ങൾ, 2 ഗവൺമെന്റുകൾ തമ്മിലാണ് യുദ്ധം, അല്ല അവരുടെ ജനതകൾ തമ്മിലല്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഡിസ്കസ് ചെയ്യാതെ ജനാധിപത്യ വിരുദ്ധമായിട്ട് ആ ജനങ്ങളെ മുഴുവനും ഭരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളാണ് ആ കാണുന്നത് മുഴുവൻ. അതുകൊണ്ടാണ് അത് തീരാത്തത്. അവിടുത്തെ ജനങ്ങളോട് ഇപ്പം സോവിയറ്റ് യൂണിയൻ ഒന്നിച്ച് നിന്നിരുന്ന സമയത്ത് അവര് പിരിഞ്ഞായിരുന്നല്ലോ, അന്ന് യുദ്ധം ഉണ്ടായില്ലല്ലോ. ഇന്ന് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോഴാണ് നാറ്റോ അപ്പുറത്ത് വന്ന് അത് നാറ്റോയിൽ അംഗത്വം എടുക്കാനായിട്ട് ഉക്രൈൻ പോയപ്പോഴല്ലയോ യുദ്ധം ഉണ്ടായത്. അതുവരെ അവര് ഒന്നിച്ച് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ് നിന്ന സാധനം യാതൊരു വഴക്കുമില്ലാതെ പിരിയാൻ കഴിഞ്ഞിരുന്നില്ലേ? ആളുകള് സ്വയം, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സ്വയം നിർണയ അവകാശമുള്ളതാണ് ജനത. ആ ജനതയോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? സ്വതന്ത്രമായി നിൽക്കണോ അതോ പാകിസ്ഥാനിലേക്ക് പോകണോ? എന്തായാലും വോട്ടിംഗ് ശതമാനം അനുസരിച്ചിട്ട്, തീരുമാനം അനുസരിച്ചിട്ട് നടക്കുമല്ലോ. ഇത് ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞ സാധനം നടന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനകത്ത് നിന്ന് ഇംഗ്ലണ്ട് പോയപ്പോൾ യുദ്ധം ഉണ്ടായില്ലല്ലോ. ഇത്രയും മര്യാദ പാലിക്കണമെന്ന് പറയുമ്പോൾ ഉഭയകക്ഷി പ്രകാരമേ ഞങ്ങൾ ചർച്ച ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങും. ഞങ്ങളും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ടോ? ചർച്ച ചെയ്യത്തില്ല. യുണൈറ്റഡ് നേഷൻസ് സംസാരിക്കാൻ സമ്മതിക്കത്തുമില്ല. ഇതാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്. ഈ നിലപാടിനകത്തൂടെ ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാരെ മുഴുവൻ ശ്വാസം മുട്ടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമുണ്ടെന്ന് നമ്മൾ അറിയേണ്ടത്. ഒരു സ്ട്രാറ്റജിയും ഇല്ല അതിനകത്ത്. കീഴടക്കുന്നവരുടെ സ്ട്രാറ്റജി മാത്രമേ ലോകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഫെഡറൽ സ്റ്റേറ്റുകളായിട്ടാണല്ലോ ഇന്ത്യയിലേക്ക് വന്ന് ചേർന്ന രാജ്യമല്ലേ അത്. മറ്റതൊക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നെങ്കിലും വിചാരിക്കാം. അപ്പോഴും ബലപ്രയോഗത്തിനകത്ത് 400 രാജ്യങ്ങളിനകത്ത് ഇവിടെ ഈ തിരുവിതാംകൂർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ കീഴടക്കി തന്നെയല്ലയോ ഇന്ത്യയെ ചേർത്തിട്ടുള്ളത്. അല്ലാതെ സ്വതന്ത്രമായി ഇഷ്ടം കൊണ്ട് ചേർന്ന അല്ലല്ലോ ഈ രാജ്യങ്ങളൊന്നും. ഈ ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം തന്നെ അങ്ങനെ ബലപ്രയോഗത്തിലുണ്ടായതല്ലേ. ഇതുമൊക്കെ നമ്മൾ കാണണ്ടേ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണോ നിന്നിരുന്നത് പോലുള്ള ഒരു അർത്ഥം മാത്രമേ ഇന്ത്യയിലെ ഫെഡറൽ സ്റ്റേറ്റുകൾക്കുള്ളൂ. ഇതുമെല്ലാം നമ്മൾ അറിയണം. ഈ അതിരുകളെന്ന് പറയുന്നതൊക്കെ ബലപ്രയോഗത്തിൽ കീഴടക്കപ്പെട്ടവരുടെ ലോകം മാത്രമല്ല, അല്ലാതെ അവരുടെ ആരുടെയെങ്കിലും സ്വത്തോ ഒന്നും അല്ല ഇതൊന്നും. ഇപ്പൊ ചൈനയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാത്ത എല്ലാ യുദ്ധങ്ങളും വീണ്ടും വീണ്ടും ചെയ്യാൻ ബാധ്യത വരും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതുകൊണ്ടാണ് യുദ്ധത്തിനകത്ത് ഏത് യുദ്ധം കഴിഞ്ഞാലും സന്ധി സംഭാഷണത്തിനകത്ത് നെഗോഷിയേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവരെ എലക്ട് ചെയ്യാത്തതാണ് നമ്മുടെ പരാജയം. വടക്കേ ഇന്ത്യയിലെ കലാപം നടത്തി പ്രൈം മിനിസ്റ്റർ ആയവനെയൊക്കെ ഇത്തരത്തിലുള്ള പണികൾ ഏൽപ്പിച്ചാൽ യുദ്ധം ചെയ്ത് മുടിയും, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല.
ലോകത്തുണ്ടാകുന്ന നമ്മളുണ്ടാക്കുന്ന ഓരോ വീടും ഓരോ സ്ഥാപനവും ആളുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വീടുകളേ ഉള്ളൂ. അതിനെ മണ്ടയിലെ ബോംബ് ചെയ്യാതെ ആലോചിക്കുന്നത് തന്നെയാണ് മര്യാദകെട്ട പ്രവർത്തനം. ഇത്രയൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് പഴയകാല വിനോദമാണ്, രാജാക്കന്മാരുടെ വിനോദമാണ്. ഒരു രാജ്യം ബലപ്പെട്ടാൽ ബാക്കിയുള്ളവരെല്ലാം കീഴടക്കുക എന്ന് പറയുന്നത് അത് ശ്രീരാമന്റെ കാലത്ത് തൊട്ട് അശ്വമേധം നടത്തി ആളുകളെ കീഴടക്കാൻ ശ്രമിച്ച് കപ്പം പിരിക്കുന്ന യുക്തിക്കകത്താണ് അതെല്ലാം നിൽക്കുന്നത്. ഈ പ്രാകൃത വിചാരങ്ങളും വികാരങ്ങളുമായിട്ട് നിൽക്കുന്ന ജനതയെ വിദ്യാഭ്യാസം കൊടുത്ത് മനുഷ്യരാക്കി മാറ്റാനും മറ്റുള്ളവരെ സ്വീകരിക്കാനും അവരുമായി കച്ചവടം ചെയ്തും പരസ്പരം സഹായിച്ച് ഒന്നിച്ച് ലോകത്ത് ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആധുനിക ജനാധിപത്യ ബോധത്തിനകത്ത് ഉണ്ടാകേണ്ടത്. യുദ്ധം എന്ന് പറയുന്നത് രാജാക്കന്മാർ ചെയ്തിരുന്നതാണെന്നും അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്ത് നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പരസ്പര സഹകരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെ യുദ്ധം ഒഴിവാക്കിക്കൊണ്ട്, യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു പരിസ്ഥിതിയെ പറ്റിയുള്ള ചർച്ചയില്ല, ഒരു വികസനത്തിനെ പറ്റിയുള്ള ചർച്ചയില്ല, യാതൊരു തരത്തിലും മനുഷ്യത്വരഹിതമായ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള ന്യായം പറയുന്നിടത്ത് ഒരാളും എത്തിക്കൂടാ. അത് ശശി തരൂരും ജോൺ ബ്രിട്ടാസും കൂടെ പോയാലും വിവരക്കേടാണ് പറയാൻ പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്ത പ്രവൃത്തികൾക്ക് ന്യായം പറയാൻ ഒരു കാലത്തും പറ്റത്തില്ല. നമ്മൾ അത് അറിയേണ്ടതാണ്. ന്യായം പറയാൻ കഴിയാത്തടത്ത് വെറുതെ പ്രാകൃത വികാരം കൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമെന്ന് അഭിനയിക്കുന്നവരായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. മര്യാദഘട്ട പ്രവർത്തനം, നോട്ട് നിരോധനം നടത്തി ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തിയും, ആ റാഫേൽ മേടിച്ചപ്പോൾ നടത്തിയ അഴിമതി ആലോചിക്കാൻ വയ്യാത്ത അഴിമതി നടത്തുകയാണ്. അത് ആ പാകിസ്ഥാൻകാരൻ ഇന്ന് വെടിവെച്ചിട്ടുണ്ട്. ആ വെടിവെച്ചിട്ട കാര്യം പോലും പറയത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന് മുഴുവനും മറച്ചു വെച്ചുകൊണ്ട് രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് ഒന്നിച്ചു പോയിട്ട് ഈ തരത്തിലുള്ള ന്യായം പറയാൻ പോയാൽ ബബ്ബ പറയാമെന്നുള്ളതല്ലാതെ വാചകടിക്കാൻ അറിയാവുന്ന കാരണം കൊണ്ട് ശശി തരൂര് ബ്ലാ ബ്ലാ ഉണ്ടെന്നുണ്ടാവും. അല്ലാതെ വേറൊരു കാര്യത്തിലും ന്യായം പറയാനൊന്നും നോക്കത്തില്ല. അസംബന്ധം പിടിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അത് നമ്മളാണ് അറിയേണ്ടത്. ആൾക്കാരെ കൊല്ലാനും ആൾക്കാരുടെ മുകളിൽ ബോംബ് ചെയ്യാനായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള ഒരു നിലപാടും ഒരു രാജ്യത്തിനും എടുക്കാനൊക്കത്തില്ല. ഏറ്റവും പ്രാകൃതമായ അമേരിക്ക പോലുള്ള രാജ്യമാണ് ലോകവ്യാപകമായി ആൾക്കാരെ ബോംബ് ചെയ്ത് തകർക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ പെടാം എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഈ കാര്യത്തിലില്ല. ഇപ്പം നമുക്ക് നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകൾ മുഴുവനും ഇന്നും നമുക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നിർത്തി അതിന്റെ ഘടകമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ ഇപ്പോഴും ബോർഡർ സെക്യൂരിറ്റി ആക്ടിലാണ് നിർത്തിയിരിക്കുന്നത്. ഇതുവരെ ഒരു രാജ്യം അതിന്റെ ആന്തരികമായി സ്വാസ്ഥ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലോകത്തിലെ 4ാമത്തെ ധനമുള്ള രാജ്യത്ത് 100 കോടി പട്ടിണി കിടക്കുന്നിടത്ത് എത്തി നിർത്തിക്കുന്ന യാഥാർത്ഥ്യമാണുള്ളത്. ആദ്യത്തെ 5% ആൾക്കാരുടെ സ്വത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും പ്രതീക്ഷിച്ച വരുമാനം 1000 എന്ന് പറഞ്ഞാൽ ഒരു വർഷം $80,000 പോലും ഇല്ല, 80,000 രൂപ ഇല്ല. ഇതാണ് അവസ്ഥ. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള, ഇത്രയും ദരിദ്രം പിടിച്ച ഒരു രാജ്യത്ത് ഈ യുദ്ധം ചെയ്യാനായിട്ട് ഈ ധനം മുഴുവൻ വ്യവയം ചെയ്ത് കളയുന്നതിന് പകരം ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്ത് യുദ്ധമില്ലാത്ത അവസ്ഥയിൽ സമ്പന്നമായി മാറാനായിട്ട് ശ്രമിക്കുകയും ആ സമ്പത്ത് ജനങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഗുണമുള്ളതായിട്ട് മാറ്റുന്ന പ്രവൃത്തിയിലേക്ക് മാറുന്നതിന് പകരം അവരുടെ തലയ്ക്ക് മേളിൽ കൂടെ ഉണ്ടാക്കുന്ന റോഡും അവരുടെ തലയ്ക്ക് മേളിൽ കൂടെ ഉണ്ടാക്കുന്ന ട്രെയിനും അവരുടെ തലയ്ക്ക് മേളിൽ കൂടെ ഉണ്ടാക്കുന്ന എയർപോർട്ടും ഉണ്ടാക്കുക എന്നുള്ളതാണ് വികസനമായിട്ട് കാണുന്നത്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സാധാരണ ട്രെയിൻ മുഴുവൻ ഇവിടെ ദുരിതം പിടിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വികസനം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് കുറച്ച് ആൾക്കാർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണ്. സാധാരണക്കാരായ ആൾക്കാർ, മറ്റേതല്ല ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്ക് അനുസരിച്ചിട്ട് സാധാരണക്കാർക്ക് യാത്ര ചെയ്യുന്ന ഒരു ഇടമായിരുന്നത്. ഇന്നലെ വരെ ഈ പ്രായമായവർക്കുണ്ടായിരുന്ന എല്ലാം എടുത്തു കളഞ്ഞിരുന്നതാണ്. ഈ ടിക്കറ്റിനകത്തൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കണം. ടിക്കറ്റിനകത്ത് പ്രായമായ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആനുകൂല്യമുണ്ട്. അത് മുഴുവൻ എടുത്തു കളഞ്ഞിരുന്നു. എന്നിട്ട് ഇന്നലെയാണ് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ
വന്ദേ ഭാരത് ഒരു വശത്തൂടെ വരുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ ട്രെയിനും ആളുകൾക്ക് കയറാൻ കഴിയാത്ത അത്രയും ദുരിതം പിടിച്ച ട്രെയിനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതേ പാളത്തിൽ കൂടെ തന്നെ വേണ്ടേ ഒരു ഫാസ്റ്റ് ട്രെയിൻ ഓടിക്കണമെങ്കിൽ? ആ ഫാസ്റ്റ് ട്രെയിൻ ഓടിക്കുമ്പോൾ ബാക്കി മുഴുവൻ ട്രെയിനും പിടിച്ചിടുക എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത്ര തരംതിരിവ് ഉണ്ടാക്കി ഇവിടെ നടക്കുന്ന വികസനം ഇന്ന് 4ാമത്തെ സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാൽ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ മുഖമാണ്. ഒരൊറ്റ ഇൻഡിക്കേറ്ററിൽ ഇന്ത്യയിലെ മറ്റുള്ളവരുമായിട്ട് കടപിടിക്കാൻ പറ്റുന്നത്. എത്ര കഷ്ടമാണ്. ആ നിൽക്കുന്ന രാജ്യമാണ് യുദ്ധത്തിന് ചെയ്യാൻ നടക്കുന്നത്. മറ്റുള്ളവരെ കീഴടക്കി മറ്റുള്ളവരെ ഭരിച്ച് മറ്റുള്ളവരെ കൊള്ളയടിക്കണമെന്ന് വിചാരിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ കൂട്ടുപിടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അതിനകത്തുനിന്ന് കരിങ്കാലി പണി എടുത്തിട്ടാണ് ഈ അമേരിക്കക്കാരൻ്റെ കൂടെ നിൽക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതാണ്. അമേരിക്കയുടെ ഡോമിനേഷൻ, ഡോളർ അവർക്ക് പ്രിന്റ് ചെയ്ത് അവർക്ക് ഇറക്കാം. അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കടമുള്ള രാജ്യമാണ്. പക്ഷെ അവർക്ക് അടയ്ക്കാനായിട്ട് അവരുടെ സ്വന്തം നോട്ട് പ്രിന്റ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ തരത്തിലുള്ള പ്രവൃത്തികൾക്ക് മറുപടിയായിട്ടുണ്ടായതാണ് ബ്രിക്സ്. ആ ബ്രിക്സിനെ തുരങ്കം വയ്ക്കുന്ന പ്രവൃത്തിയാണ് ഈ കഴിഞ്ഞ തവണ മോഡി നടന്ന് ആ ട്രംപിന്റെ കൂടെ പോയി സകല സാധനവും നേരിട്ട് ഇടപെടൽ നടക്കും. എന്നിട്ട് ഇത്രയും കടുത്ത താരിഫ് ഇപ്പോഴും അയാൾ കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാം അയാളുടെ മുഴുവൻ കുനിഞ്ഞു നിൽക്കുകയും എന്നിട്ട് അയാൾ വേരട്ടിയിട്ടാണ് യുദ്ധം നിർത്തിയെന്ന് അയാൾ പറയുമ്പോൾ ഒരക്ഷരം അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നും കൂടെ ഓർക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണേ. 4-5 തവണയാണ് അയാൾ പറഞ്ഞത് ഞാൻ ട്രേഡ് നിർത്തിക്കളയുമെന്ന് പറയുന്ന കാരണം കൊണ്ട് മാത്രമാണ് അവർ യുദ്ധം നിർത്തിയതെന്ന് അപമാനകരമായി പറയുന്നത് എടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യസ്നേഹം തോന്നിപ്പോയാൽ അത് കൂടെ സഹിക്കാൻ പറ്റാത്ത തരത്തിൽ അപമാനകരമായ നിലപാടെടുത്ത ഒരു മോദിക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഇവന്മാര് പോയിരിക്കുന്നതെങ്കിൽ അസാധാരണമായ വിവരക്കേടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കഷ്ടമാണത്. അത് ഇയാൾ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇയാളെക്കാളും വലിയ രാജ്യസ്നേഹിയാണെന്ന് അഭിനയിക്കാനായിട്ട് ഈ തരൂരിനും ബ്രിട്ടാസിനും ബാധ്യത വന്നത് കൊണ്ടാണ് ആ പോയ പോക്കെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു യുദ്ധം ഞാൻ ഈ രാജ്യത്തിനെ നയിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു യുദ്ധം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട മനുഷ്യരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനു പകരം യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ കീഴടക്കുമെന്നും അവരെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് അഭിനയങ്ങൾ കാഴ്ചവെക്കുകയും കൂടെ ചെയ്യുക. കൊണ്ടുപോയ പ്ലെയിനെല്ലാം വെടികൊണ്ട് തറയെ വീണിട്ട് അതിനെപ്പറ്റി മിണ്ടാതെ അവിടെ എല്ലാം തകർത്തു എന്ന് വല്ല രാജ്യത്തൊക്കെ നടന്ന സാധനത്തിന്റെ പടമൊക്കെ എടുത്ത് ഫേക്കായിട്ട് ഈ നാട്ടിലുള്ള പാവം പിടിച്ച മനുഷ്യരുടെ മുഴുവനും വാട്സാപ്പിനകത്തൂടെ അയച്ചു കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന പണിയും കൂടെ ചെയ്തിട്ട് ന്യായം പറയാനിരിക്കുകയാണ്. ഞാനീ പറയുന്നത് എത്രയോ നാളായി, കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് നടക്കുന്ന ഒരു സംഘർഷ സ്ഥലമാണ് ഈ കാശ്മീർ. അവിടെ ഇതുവരെ ആരെങ്കിലും ബോംബ് വെച്ച് കൊല്ലുമ്പോഴോ വെടിവെക്കുമ്പോഴോ ആരും ആരുടെ മതമൊന്നും തിരക്കിയിട്ടില്ല. ഈ മതം ചോദിച്ചു തുടങ്ങിയത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ജയ് ശ്രീറാം വിളിപ്പിക്കണമെന്ന് പറയുന്ന അതേ ന്യായത്തിനകത്ത് അപ്പുറത്തു നിന്ന് പറയിപ്പിക്കുന്ന സാധനം ഞാൻ സംശയപരമായ കാണത്തുള്ളൂ. അതിനെ പങ്കാളിത്തം എന്തുകൊണ്ടാണ് അവരെ പിടിക്കാതിരിക്കുന്നതെന്നും അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നത് അത് ടൂറിസ്റ്റുകൾ അവിടെ എത്തിച്ചേർന്നിട്ട് ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലുള്ള സാധാരണക്കാരായ ആൾക്കാരെ കൈ കിട്ടുന്ന ദിവസം അത് വളരെ സംശയം തോന്നിക്കുന്ന നിലവാരത്തിൽ അവിടുത്തെ പലതരത്തിലുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് അവിടെ ഒരു 4 പേര് പ്രത്യക്ഷപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അത് ഇങ്ങനെ ചോദിച്ച് വെടിവെക്കുകയും ചെയ്യുന്നത് ബീഹാറിലെ ഇലക്ഷന് ഗുണം ചെയ്യും എന്ന് കാണുന്നതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് പാകിസ്ഥാനോട് ചോദിക്കണോ ഇന്ത്യയിലെ ഇത് എഞ്ചിനീയർ ചെയ്ത മനുഷ്യന്മാരോട് ചോദിക്കണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയിക്കേണ്ടത്. അത് സംശയത്തിലാണ് ഞാൻ അത് പറയുന്നത്. പാകിസ്ഥാൻ ഇതിനകത്തൊന്നും പങ്കില്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് എനിക്ക് അറിയുന്ന ആള് തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കിയ ഈ ചോദ്യം അത് സംശയമുള്ളതാണ്. അത് പാർലമെന്റ് ആക്രമിച്ചത് ഇതേപോലെ എഞ്ചിനീയർ ചെയ്തതാണെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റുകൾ, അത് ഈ BJP ഗവൺമെന്റ് മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റും ചെയ്തിട്ടുണ്ട്. ആൻസൽ പ്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് മാളുണ്ടായിരുന്നു. ആ മാളിനകത്ത് ഒരു പാവം പിടിച്ച ആൾക്കാരെ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നിട്ട് ടെററിസ്റ്റുകളാണെന്ന് ഡിക്ലെയർ ചെയ്തൊക്കെ ഞാനൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ അത് BJPക്കാർ ആരംഭിച്ചതൊന്നുമല്ല. ഇന്ത്യൻ ഗവൺമെന്റിനകത്തെ യുദ്ധത്തിനും മറ്റുള്ളവരെ കീഴടക്കണമെന്നും വിചാരിക്കുന്ന വലിയ ഒരു വിഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
കുടുംബപരമായി കോടതി ഭരിക്കുന്നത് പോലെ കുടുംബപരമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന പട്ടാളക്കാരുണ്ട്, അവരുടെ തന്ത്രങ്ങളാണ് അതെല്ലാം. അത് ആ ഡോവൽ എന്നൊക്കെ പറയുന്നവനൊക്കെ മുഴുവൻ സമയത്തും ഇതുപോലുള്ള തന്ത്രങ്ങൾ മുഴുവൻ മര്യാദയില്ലാതെ അവിടെ കാനഡ പോയി ആ ഖാലിസ്ഥാൻകാരന്മാരെ നേരിട്ട് വെടിവെച്ച് കൊന്ന ഇന്ത്യൻ ഗവൺമെന്റിന് പങ്കുണ്ടെന്ന് അവിടുത്തെ ഗവൺമെന്റ് പറയാൻ ബാധ്യത വന്നതാണെന്ന് മറന്നുപോരുത്. ഇങ്ങനെ എഞ്ചിനീയർ ചെയ്തുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ദ്രോഹ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചരിത്രം അതിനുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ രാജ്യസ്നേഹവും വെറുതെ നോക്കിയാൽ മതി. ഇന്ത്യയെ ആക്രമിച്ച ദിവസം തന്നെ ബലൂചിസ്ഥാനി ബഹളം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു പങ്കും ഇല്ല. മുസ്ലിം വിരോധം ഒരു വശത്തോടെ ഭയങ്കരമായിട്ട് പറയുന്ന ഇന്ത്യക്കാർ നേരെ താലിബാനുമായി ഭയങ്കര ഐക്യം. ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. താലിബാനുമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിക്ലെയർഡ് പൊസിഷൻ ആണെങ്കിൽ അവർക്ക് എങ്ങനെ ഐക്യം വേണ്ടുണ്ടാവും? പാകിസ്ഥാനിന് അകത്ത് കലാപം ഉണ്ടാക്കാൻ പാകിസ്ഥാൻകാരുമായി യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന സാധനമാണ് ആ പണി. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഗവൺമെന്റിൽ ഇരിക്കുന്നവരെല്ലാവരും ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തവരല്ല, ഉദ്യോഗസ്ഥന്മാര്, ഇതുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങള്, വലിയ ഇവിടുത്തെ പണക്കാരായവരുടെ സ്ഥാപനങ്ങളാണ് കോടതിയും ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ പട്ടാളവും, ഇവിടുത്തെ പോലീസും. ഇതൊക്കെ കുടുംബപരമായി എത്രയോ വർഷമായിട്ട് രാജാക്കന്മാരും എല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് അങ്ങനെ തന്നെ നിലനിർത്തിയാണ് ഇവന്മാരുടെ ഭരണം മുഴുവനും. ഇതുകൊണ്ടാണ് ജനാധിപത്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് എടുത്ത വ്യക്തികള് അതിനകത്ത് നോക്കുകുത്തികളായിട്ടിരിക്കുന്നതും അതിനകത്ത് ചെന്നുപെട്ടിരിക്കുന്നവരും മുഴുവനും ഇത്തരത്തിലുള്ള ജനങ്ങളെ കീഴടക്കി ഭരിക്കണമെന്ന്, ഇത് ഇന്ത്യൻ ജനതയെ കീഴടക്കി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നിനെയും വിശ്വസിക്കത്തില്ല. അത് പാകിസ്ഥാനിലെ ഗവൺമെന്റ് ആയാലും ശരി, അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റ് ആയാലും ശരി, ഇന്ത്യയിലെ ഗവൺമെന്റ് ആയാലും ശരി, ചൈനയിലെ ഗവൺമെന്റ് ആയാലും ശരി, ഗവൺമെന്റുകളെ ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. അവര് പറയുന്ന അതിന്റെ കൊഴലൂത്തുകാരായ ഇവിടെ ഒരു മീഡിയ, സ്വതന്ത്രമായ ഒരു മീഡിയ പോലും ഇല്ലെന്ന് അറിയുന്നതുകൊണ്ട് ആ മീഡിയകളിൽ പോയിരുന്ന ഇത് പറയാനും ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. യാതൊരു തരത്തിലും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനതയെ കീഴടക്കി ഇവിടെ ഇന്ത്യക്കാരെ കീഴടക്കി ഭരിക്കുന്ന അതേ യുക്തി തന്നെയാണ് അവർ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഗവൺമെന്റും പറയുന്നത് ഞാൻ എടുക്കത്തില്ല. ഗവൺമെന്റിനെ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിനകത്തെ ആദ്യത്തെ പടിയാണ്. ഈ സ്ഥാപനങ്ങളെയെല്ലാം അഴിച്ച് ഡീസെൻട്രലൈസ് ചെയ്ത് ജനാധിപത്യപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം അതിന് ന്യായം പറയാൻ ആളുകളെ ഇവിടുന്ന് കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടാലും, അവന് ക്രെഡിറ്റ് കൊടുത്ത് പറഞ്ഞു വിട്ടാലും അവന് തിരിച്ചു വരുമ്പോ പൊന്നാട കിട്ടുമെന്ന്, അല്ലെന്നാണ് അവന് ഏതെങ്കിലും സ്ഥാനത്ത് ഭാരതരത്നം മേടിക്കാനായിരിക്കും മിക്കവാറും തരൂര് വണ്ടി കയറി പോകുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള അപമാനകരമായ പ്രവൃത്തികൾക്കുണ്ടെന്നും ഒരു രാജ്യവും ഇനി ലോകത്ത് ഇത്തരത്തിലുള്ള ശക്തമായ രാജ്യങ്ങളൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. സഹകരിച്ച് മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ ലോക പൗരന്മാരായിട്ട് ഒന്നിച്ച് ജീവിക്കേണ്ട കാലത്ത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ, ലോകത്തുള്ള സകല ജനങ്ങളെയും ഒന്നിച്ചു കൂട്ടി ഒരുപോലെ ജനാധിപത്യപരമായി പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ട കാലത്ത് യുദ്ധം ചെയ്യുന്ന ഒരു ന്യായവുമല്ല എന്ന് മാത്രമേ എനിക്ക് ഞാൻ പറയാറുള്ളൂ. ഇന്ത്യക്കാരെ പിടിച്ച് പാകിസ്ഥാനികളാക്കുകയും ഇന്ത്യക്കാരെ ഇഷ്ടമില്ലാത്ത ഇന്ത്യക്കാരെ പാകിസ്ഥാനികളാണെന്ന് വിളിക്കുകയും ചെയ്യുന്ന രാജ്യസ്നേഹികളായ അല്ലെങ്കിൽ ദേശീയവാദികളായ ഭരണകക്ഷികളുടെ അംഗങ്ങൾ ഇതിൽ കുറവായതിന് എന്തായിരിക്കും കാരണം? അതിനകത്തൊന്നും ഇല്ലടോ. ഈ പറയുന്ന കാര്യം ന്യായമൊക്കെ ഇയാൾ പറയണ്ട. അവർക്ക് തന്ത്രം അറിയാവുന്നവർ തന്നെയാണ്. ഈ കഴുതകളെ പറഞ്ഞു വിട്ടാലാണ് ന്യായം പറയാൻ എളുപ്പമെന്ന് അറിയുന്നതുകൊണ്ടാണ് അവരെ ഉപയോഗിക്കാനായിട്ട് നിന്നു കൊടുക്കുന്നവരുമാണ് അവർ. ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാനത് പറഞ്ഞില്ലേ, ഞങ്ങളും ഇവരെക്കാളും വലിയ രാജ്യസ്നേഹികളാണെന്ന് അഭിനയിക്കാൻ ബാധ്യത വന്ന കഴുതകളാണ് അവർ. അല്ലാതെ വേറെ ന്യായമൊന്നുമില്ല. അല്ലാതെ ഇയാൾ ഈ പറയുന്ന തരത്തിൽ വളരെ പാടുപെട്ടൊന്നും പറയണ്ട. ഒന്നുമില്ല. ഇവിടുന്ന് പോയി പറയാൻ അറിയാവുന്നതിനും ഭാഷ പറയാൻ അറിയുന്നവനും സംസാരിക്കാൻ അറിയുന്നവനും മറ്റുള്ളവരെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസോ ഇല്ലാത്തവന്മാരാണ് ബാക്കിയുള്ളവന്മാർ മുഴുവനും. അല്ല അവർക്ക് പോയാൽ പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. അതിന് വേറെ ന്യായമൊന്നുമില്ല. അയ്യോ, അത്രയേ ഉള്ളു. പണ്ടേ തൊട്ടുള്ള ഒരു പ്രശ്നമാണ് അത്. തരൂരിന് ഇവിടെ വന്നിട്ട് വേണ്ടും വണ്ണം ഒരു സ്ഥാനം കോൺഗ്രസിനകത്ത് ലഭിക്കാതിരിക്കുന്ന കാരണം കൊണ്ട് അയാള് ഐ ആം എ ഹിന്ദു എന്ന് വരെയുള്ള സാധനം എഴുതി നിൽക്കാനായിട്ട് ബാധ്യത വന്ന മനുഷ്യനാ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും എനിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാര് 42ാമത്തെ 1942-ലുള്ള ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അത് പങ്കുചേരാതിരുന്നതിന്റെ
ഒരു രാജ്യസ്നേഹ കുറവ് അവർക്കും ഉണ്ട്. അപ്പൊ അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടാസിന് പോകേണ്ടിയുണ്ട്. അത്രേ ഉള്ളൂ. DMK അംഗങ്ങളടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ലേ, രാജ്യസ്നേഹം അത് കറക്റ്റാണ് ഇയാൾ പറഞ്ഞ രാജ്യസ്നേഹം കുറവാണെന്ന് പറഞ്ഞ് ഇവരെ ട്രാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ട്രാപ്പിനകത്തുനിന്ന് മോചിക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ആൾക്കാരെല്ലാവരും കൂടുതൽ രാജ്യസ്നേഹികളായി അഭിനയിക്കാൻ ബാധ്യത വരും. അതങ്ങനെ തന്നെയാണത്. ആ കുടുക്കാണ് ഇയാൾ ആദ്യം ചോദിച്ച ചോദ്യമാണ് അതിന്റെ ഉത്തരം.